എല്ലാ കർഷകർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. അപ്പോഴിന്ന് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് കിൻഡലിൻ്റെ കന്ന് വെച്ചേക്കാണ്. ഇത് കിൻഡലിൻ്റെ ഒരു കന്നാണ്. ഈ കന്ന് വെച്ചിട്ടൊരു 1.5 മാസമായി കാണും. വളരെ ശക്തിയായിട്ടാണ് ഈ കന്ന് പൊടിച്ചേക്കുന്നത്. അടിയിൽ കളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ കാണുമ്പോൾ അറിയാം, കന്നിൻ്റെ ചുവട് കാണുമ്പോൾ അറിയാം ഒരു കന്ന് സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന്. നല്ല വിസ്താരമുണ്ട്. മുകളിലേക്ക് ചെല്ലും തോറും ഒരു സൂചി കണക്ക്, ഒരു പീലി കണക്കാണ് ഈ കന്ന് പോയേക്കുന്നത്. അതുമാത്രമല്ല, കന്ന് ആരോഗ്യത്തോടെയാണ് പൊടിക്കുന്നതെന്ന് അറിയാനായിട്ട് മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. ഒരു നമ്മുടെയൊക്കെ ഒരു കാൽമുട്ട് പൊക്കം വന്നിട്ടാണ് ഇല പിടിക്കുന്നതെങ്കിൽ കന്ന് നിങ്ങൾ വിചാരിക്കണം നല്ല സ്ട്രോങ് ആയിട്ടാണ് വളർന്നേക്കുന്നത്. അപ്പോൾ ഈ കന്ന് നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ ഇതൊരു കിൻഡൽ വാഴയാണ്. കിൻഡൽ വാഴ നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ കിൻഡൽ വാഴയ്ക്ക് കായ്ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊല കൊത്തിയെടുക്കുന്നതിന് 13 മാസം വേണം. മിനിമം 12 മാസം കറക്റ്റ് വളപ്രയോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് കിൻഡൽ വാഴയിൽ നിന്ന് ഒരു 35-40 കിലോയ്ക്കിടയിലുള്ള ഒരു നേന്ത്രവാഴക്കുല തീർച്ചയായിട്ടും കിട്ടും. ഓണസമയത്താണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലയും അതിൽ നിന്ന് കിട്ടും. പക്ഷേ പരിചരണം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ കന്ന് ഇത്ര സ്ട്രോങ് ആയിട്ട് വളരാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അടിവളം കൊടുത്താണ് ഈ കന്ന് വച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അടിവളം എന്ന് പറഞ്ഞാൽ രാജ്ഫോസ്, മസൂറി ഫോസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലുപൊടി കുറച്ചേ കൊടുത്തുള്ളൂ, കാരണം എല്ലുപൊടി ഭയങ്കര ചിലവാണ്. ഫോസ്ഫറസ് ഉള്ള രാജ്ഫോസ്, മസൂറി ഫോസ് ഒരു 50 കിലോയുടെ വിലയെന്ന് പറയുന്നത് 500 രൂപയുള്ളൂ. അതാണ് നമ്മൾ അടിവളമായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കാലിവളം കൊടുത്തിട്ടുണ്ട്, പച്ചില വളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴ കന്ന് വളർന്നിരിക്കുകയാണ്, അടുത്ത വളപ്രയോഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ കൂടുതലും ജൈവവളത്തിലാണ് ഈ വാഴകളെല്ലാം തന്നെ വളർത്തുന്നത്. പക്ഷേ വാഴക്കന്നങ്ങാട്ട് വളർന്നു കയറുമ്പം വാഴക്കന്നൊരു സ്ട്രോങ് ആയി വരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 100 ഗ്രാമിൽ താഴെ ഫാക്ടംഫോസ് കൊടുത്തൊന്ന് ചിക്കി മൂടിയിട്ടാണ് നമ്മൾ ഒരു 4-5 ഇലയും കൂടെ വരുന്ന സമയത്ത് ഒരു കീടനാശിനി അടിച്ച്, തടപ്പുഴുവിനെ തടയാനായിട്ട് കീടനാശിനി അടിച്ചിട്ട്, പിന്നെ ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, അതിൻ്റെ എല്ലാം കൂടെ മിക്സ്, കമ്പോസ്റ്റ്, പച്ചില എല്ലാം കൂടെ ചേർത്തിട്ട് ഈ കുഴി ഇത്രത്തോളം മൂടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൂടിയെടുത്തൊരു 1 മാസത്തെ നനയോടുകൂടി നമുക്ക് ഈ വാഴയെന്ന് പറയുന്നത് നല്ല മൂട് കൊണ്ട് തന്നെ, നമുക്ക് ചുവട് കൊണ്ട് തന്നെ കാണാൻ പറ്റും, നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് വരും. പിന്നെ നമ്മൾ വളങ്ങൾ കുറയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല, വാഴ പിന്നീട് അങ്ങോട്ടങ്ങ് സ്ട്രോങ് ആയിട്ട് വളർന്നോളും. ഇനി ഇതിൻ്റെ മേൽഭാഗം ഞാൻ കാണിച്ചു തരാം. ഏത്തവാഴയൊക്കെ വയ്ക്കുന്ന ആൾക്കാരൊക്കെ നിരവധി സംശയങ്ങളാണ്. ഇത് നമ്മൾ നന്നായിട്ട് പരിപാലിച്ച് വെച്ചൊരു കന്നാണെങ്കിലും കണ്ടാൽ പുഴുവിൻ്റെ ശല്യമുണ്ട്. ഈ പുഴുവിന് മരുന്നടിക്കേണ്ടി വരും. ഇനി പുഴുവിൻ്റെ ശല്യം വാഴയിൽ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഒരു ജൈവ കീടനാശിനി വേപ്പെണ്ണയെങ്ങാനും ഡൈല്യൂട്ട് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് വാഴയ്ക്കൊരു ദോഷവും സംഭവിക്കില്ല. ഈ പുഴു നമുക്ക് ഉച്ച സമയത്തൊന്നും കാണാൻ പറ്റില്ല. ഇത് പുഴുവുണ്ട്, കണ്ടില്ലേ? ഈ പുഴു ഇരിക്കുന്നത് ഇതിനടിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് പോളയിലകത്തായിരിക്കും അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനൊരു കീടനാശിനി കൊടുക്കണം. ഇതാണ് ഫസ്റ്റ്. പിന്നെ ഇങ്ങനെയുള്ള വണ്ടുകൾ കാണും. ഇതൊന്നും വാഴയ്ക്കൊരു കുഴപ്പമില്ല. പിന്നെ പല കൂട്ടുകാരും എന്നോട് ചോദിച്ചാണ് ഇലകളിൽ കറുത്ത പുള്ളി. ഈ പുള്ളി ഒരു കുഴപ്പമില്ല. ഈ പുള്ളിക്ക് ആരും മരുന്നൊന്നും മേടിച്ചടിക്കേണ്ട. പല ഗ്രൂപ്പുകളിൽ ഈ പുള്ളിക്ക് കളയാനായിട്ട് മരുന്നടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് വേസ്റ്റാണ്. ഈ പുള്ളി വാഴ അങ്ങോട്ട് വളർന്നതനുസരിച്ച് ആ പുള്ളി മാറിക്കോളും. ഇനി നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനൊരു വളം കൊടുക്കാൻ പോവുകയാണ്. ഈ വാഴയ്ക്ക് വളർന്നു വന്നതിന് ശേഷം ഒരാട്ടമൊക്കെ ഉണ്ട്. ഇതെല്ലാം മാറണമെങ്കിൽ ആദ്യം ഒരു അല്പം രാസവളം, അതായത് ഫാക്ടംഫോസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. 100 ഗ്രാമിൽ താഴെയാണ് കൊടുക്കുന്നത്. ഇതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മനുഷ്യൻ ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ മരുന്നുകൾ എടുക്കാറുണ്ട്, ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കാറുണ്ട്. അതേപോലെ നമ്മളെ മണ്ണിന് കൊടുക്കുന്നു എന്ന് മാത്രം. പിന്നീട് അങ്ങോട്ട് ജൈവവളമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വാഴയിലേക്കൊക്കെ ചെറിയൊരു പച്ചപ്പിന് കുറവുണ്ട്. ഇതൊക്കെ മാറും. വളപ്രയോഗത്തിലൂടെ മാത്രമേ ഇത് മാറൂ. ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഫാക്ടംഫോസ് കൊടുത്ത് വാഴ ഒന്ന് സ്ട്രോങ് ആയി വരുമ്പം പിന്നെ വീണ്ടും കാൽസ്യവും ബോറോണും എല്ലാം കൊടുത്തുകൊണ്ട് മറ്റ് വളങ്ങളിലേക്ക് കിടക്കും. ഞാൻ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഈ ചുവട് ഈ തരത്തിലൊന്ന് മൺവെട്ടിക്ക് മണ്ണൊക്കെ ഇളക്കി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. നേന്ത്രവാഴയെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും നല്ല വേരോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ വാഴ സ്ട്രോങ് ആയിട്ട് വളരൂ. അതിന് വേണ്ടിയിട്ടാണ് വാഴയ്ക്ക് ചുറ്റിനും നമ്മൾ ഒരു ബെഡ് കണക്ക് മണ്ണ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മളൊരു 90 ഗ്രാം ഫാക്ടംഫോസ് കൊടുക്കുന്നത്. കിളച്ചുകൊണ്ടാണ്, നല്ല ആയ്പുണ്ട്. അതാണ്. ഇനി നമുക്ക് 90-100 ഗ്രാം ഫാക്ടംഫോസ് കൊടുത്ത് ഇത് മൂടി കൊടുക്കാം. എന്നിട്ടൊരു ഒരാഴ്ച നനയ്ക്കുമ്പോൾ ഈ വാഴ അടിപൊളി സ്ട്രോങ് ആവും. എന്നിട്ട് ഞാൻ വാഴയുടെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം.
അപ്പോൾ നമ്മൾ ഫാക്ടംഫോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടെ ഇത് മണ്ണിട്ട് മൂടിയിട്ട് ഒരാഴ്ച നന്നായിട്ട് നനയ്ക്കും. നനച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വാഴയുടെ പുരോഗതി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ സ്വന്തമായിട്ടുള്ള കൃഷിയാണ്, ആരെയും നിർത്തിയിട്ടൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.